നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചെറുമുക്കിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. എടക്കടപ്പുറം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ നിർവഹിച്ചു. വൈരങ്കോട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന ദേശവിളക്ക് നാടിന്റെ ഉത്സവമായി. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റ് ചിൽഡ്രൻ പ്രോഗ്രാം പുതിയ ബാച്ച് ഉദ്ഘാടനം നടന്നു. മതസൗഹാർദ്ദത്തിന് മാതൃക തീർത്ത് എരയപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം. വിശദമായ വാർത്തകൾ. ചെറുമുക്കിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. വേങ്ങര ചേറൂർ സ്വദേശി പനക്കൽ അബ്ദുൾ അസീസിന്റെ മകൻ മുഹമ്മദ് നാഷിഹാണ് മരണപ്പെട്ടത്. ഇന്ന് രാവിലെ ചെറുമുക്ക് കുണ്ടൂർ റോഡിൽ റഹ്മത്ത് നഗറിൽ വെച്ചാണ് അപകടം. ഉമ്മയുടെ വീടായ ചെറുമുക്ക് എറപ്പറമ്പൻ അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു. രാവിലെ ചെറുമുക്ക് ടൗണിലെ മദ്രസയിൽ കുട്ടിയുടെ അമ്മാവന്റെ മകനെ വിട്ടുവരുമ്പോഴായിരുന്നു റോഡ് സൈഡിലെ മതിലിൽ ഇടിച്ചത്. ഉടൻ തിരൂരങ്ങാടി സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വേങ്ങര ചെറൂർ PPTM ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. താനൂർ നഗരസഭയിലെ 29ാം ഡിവിഷനിലെ എടക്കടപ്പുറം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ CK സുബൈദ അധ്യക്ഷത വഹിച്ചു. പദ്ധതി നടപ്പിലാക്കുന്നതിന് നല്ല രീതിയിൽ സുഭിക്ഷമായ രീതിയിൽ നമുക്ക് ജലം ലഭിക്കണം. ജലം ലഭ്യമാകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മേഖല നമ്മൾ കണ്ടെത്തിയത് നമ്മുടെ ഈ പ്രദേശത്ത് 45 ലക്ഷം രൂപ ചിലവഴിച്ച് 300-ലധികം കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അലി അക്ബർ, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്ന ബാനു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ, K സലാം, KP അഷ്റഫ്, MM സത്താർ എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ കൗൺസിലർ KP ഹനീഫ സ്വാഗതവും K ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, താനൂർ. വൈരങ്കോട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന ദേശവിളക്ക് നാടിന്റെ ഉത്സവമായി മാറി. രുതിരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ശരണ മന്ത്രങ്ങളാൽ പുറപ്പെട്ട പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ സ്വാമിമാരും താലമേന്തിയ പാളികപ്പുറങ്ങളും ഉൾപ്പെടെ നിരവധി ഭക്തർ പങ്കെടുത്തു. രുതിരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ശരണമന്ത്രങ്ങളാൽ പുറപ്പെട്ട പാലക്കൊമ്പെഴുന്നള്ളിപ്പിൽ സ്വാമിമാരും താലമേന്തിയ മാളികപ്പുറങ്ങളും ഉൾപ്പെടെ നിരവധി ഭക്തർ പങ്കെടുത്തു. അയ്യപ്പൻ പാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടും തടവും എന്നിവ വിളക്കിന്റെ ഭാഗമായി നടന്നു. വാടാനം കുറിശി, കണയം, പാലത്തൊടി മണികണ്ഠനും സംഘവുമായിരുന്നു വിളക്കു പാർട്ടി. വെട്ടം ന്യൂസ്, വൈരങ്കോട്. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റ് ചിൽഡ്രൻ പ്രോഗ്രാം 2023-24 പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. തിരൂർ DO PV സാബു KSA അധ്യക്ഷത വഹിച്ചു. ഞാൻ ഇതിനർഹരായിട്ടുള്ള യോഗ്യരായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും നിങ്ങളൊക്കെ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ മുഖ്യാതിഥിയായി. തിരൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുൾ സലാം മാസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണം നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള പ്രൊജക്ട് കിറ്റ് വിതരണം തിരൂർ BPC TV ബാബു നിർവഹിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി വിനോദ്, IT കോർഡിനേറ്റർ ഇർഷാദ്, റിസോഴ്സ് പേഴ്സൺ സാബിറ NM എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഹസൻ മാസ്റ്റർ സ്വാഗതവും റിസോഴ്സ് പേഴ്സൺ മിനി KV നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് പുതുതായി ഗിഫ്റ്റഡ് പ്രോഗ്രാം പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 40 വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പർപ്പസ് ഓഫ് ലൈഫ് എന്ന വിഷയത്തിൽ സ്റ്റോറി ടെല്ലേഴ്സ് ക്ലബ് CEO നിസാർ പട്ടുവം ക്ലാസ് എടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ.
മതസൗഹാർദ്ദത്തിന് മാതൃക തീർത്ത അയ്യപ്പൻ വിളക്ക് മഹോത്സവം ദേശത്തിൻ്റെ നന്മകളെ ചേർത്ത് നിർത്തലാണ്. ആദ്യമായാണ് വെട്ടം ആലിശ്ശേരി എരയപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം കൊണ്ടാടിയത്. വെട്ടത്തുകാവ് ക്ഷേത്ര പരിസരത്തു നിന്നാണ് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചത്. ആദ്യമായാണ് വെട്ടം ആലിശ്ശേരി എരയപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് കൊണ്ടാടിയത്. നാദസ്വരത്തിൻ്റെയും ഉടുക്കുപാട്ടിൻ്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ വൈകിട്ട് 4 മണിയോടെയാണ് വെട്ടത്തുകാവ് ക്ഷേത്ര പരിസരത്തു നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളത്ത് പുറപ്പെട്ടത്. കലിയുഗവരതനായ സ്വാമി അയ്യപ്പന്റെ ജനനവും പന്തളം കൊട്ടാരത്തിലെ ബാല്യവും കൗമാരവും പുലിപ്പാൽ തേടിയുള്ള യാത്രയും വാവരുമായുള്ള ചങ്ങാത്തവും ശബരിമലയിലേക്കുള്ള യാത്രയും എല്ലാം ഭക്തിയുടെ നിറവിൽ ഉടുക്കുപാട്ടിൽ അയ്യപ്പൻ സ്വാമിമാർ ഏറ്റുപാടി. പട്ടാമ്പി നടുവട്ടൻ രാജൻ സ്വാമിയും സംഘവുമാണ് വിളക്ക് പാർട്ടി. അയ്യപ്പന്റെ കുടിവെപ്പ്, ഉച്ചപൂജ, തായമ്പക, അയ്യപ്പൻ പാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, തിരി ഉഴിച്ചിൽ, വെട്ടും തടവും, കനലാട്ടം, ഗുരുതി തർപ്പണം എന്നിവയും അനുബന്ധമായി നടന്നു. വിജയൻ പന്നക്കമ്പാട്ട്, രാജൻ കിഴക്കുംപാട്ട്, KP ദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർ വർഷങ്ങളിലും അയ്യപ്പൻ വിളക്ക് കൊണ്ടാടുവാൻ കോമരം കൽപ്പനയിൽ പറഞ്ഞതായി സംഘാടകർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വെട്ടം. ഇതോടെ ഇന്നത്തെ പ്രൈം ടുഡേ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.